പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ളത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. 52 കോടി 58 ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതിയാണ് പാലം നിർമ്മാണത്തിന് ലഭിച്ചിട്ടുള്ളത്. സാങ്കേതിക അനുമതി ലഭിക്കുകയും സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. കിഫ്ബി അധികൃതരും കേരള റോഡ് ഫണ്ട് ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണിപ്പോൾ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ തീരുമാനമായതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA അറിയിച്ചു. പാലത്തിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുക എന്നുള്ള ഒരു ആവശ്യം കിഫ്ബിയുടെ മുന്നിൽ വെക്കുകയും അതോടൊപ്പം വർക്ക് മേൽനോട്ടം വഹിക്കുന്ന KRFP ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി കിഫ്ബി CEO അടക്കമുള്ള ആളുകളോട് ഈ വിഷയം സംസാരിക്കുകയും അത് തത്വത്തിൽ അംഗീകരിക്കുകയും TS നൽകുകയും ചെയ്തു. ഇപ്പൊ ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. 52 കോടിയിലധികം വരുന്ന തുകയാണ് പാലത്തിനും സ്ഥലമേറ്റെടുപ്പിനുമായിട്ട് ഇപ്പോ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഡിസംബർ മാസത്തിൽ തന്നെ ടെൻഡർ നടപടികൾ ആരംഭിക്കും. ഭാരതപ്പുഴയിലുണ്ടായ വെള്ളപ്പൊക്കവും സമീപത്തെ റെയിൽവേ ലൈനുമൊക്കെ കാരണം ഡിസൈനിൽ നിരവധി തവണ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. 50 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. രണ്ടു പ്രളയം കഴിഞ്ഞതോടെ നിലവിലുള്ള പാലം ശോചനീയാവസ്ഥയിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. പട്ടാമ്പി കമാനം പരിസരത്തും അപ്പുറം തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്ടിരി പഴയ കടവ് ഭാഗത്തു നിന്നുമായി 43 ആളുകളിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,